ജനറൽ ആയിട്ട് ഇങ്ങനെ പാത്രങ്ങൾ കഴിയുമ്പോ എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെ സിങ്ക് ബ്ലോക്ക് ആവും. അതിനെ ക്ലീൻ ചെയ്യാൻ പുറത്തുള്ള അഴുക്കിനെ മാറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കും. അത് എക്സ്റ്റേണൽ ആയിട്ട് ക്ലീൻ ആവും, പക്ഷെ പൈപ്പിന്റെ അകത്ത് ക്ലീൻ ആവത്തില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അത് പിന്നെയും ബ്ലോക്കായി സ്മെല്ലും വരും. ഇനി പ്ലംബറിനെ വിളിക്കാന്ന് വെച്ചാ കോസ്റ്റ് കൂടുതലാവും, ഇനി പൈപ്പ് വരുമ്പോ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓൺലൈനിൽ ഡ്രെയിൻ ക്ലീനർ പൗഡറിനെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം ഈ സിങ്കിലുള്ള ഡ്രെയിൻ വാട്ടർ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഇപ്പൊ ഈ പാക്കറ്റിനെ പൊട്ടിച്ച് അയ്യോ മൊത്തം പോയല്ലോ. ശരി, ഡ്രെയിൻ ഹോളിൽ ഇടണം. ഇത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വാട്ടർ ഒഴിക്കണം. ഒത്തിരി സ്മെല്ല് വരുവാണല്ലോ. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നോക്കാം. പൈപ്പിലുള്ള അഴുക്ക് മെൽട്ട് ആവുന്നത് കൊണ്ടാ ഈ സ്മെല്ല് വരുന്നത്. ഇത് നോർമലാ. ഹാഫ് ആൻ അവർ കഴിഞ്ഞു. ഇപ്പൊ നോക്കാം. ടാപ്പ് ഓൺ ചെയ്യാം. വാട്ടർ ഫ്രീ ആയിട്ട് ഡ്രെയിൻ ആവുന്നുണ്ടല്ലോ. പ്രോഡക്റ്റ് കൊള്ളാം. ആദ്യം പൈപ്പ് മൊത്തം ബ്ലാക്കിഷ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ നോക്കിയാ പൈപ്പ് നീറ്റ് ആയിട്ട് ക്ലിയർ ആയി. ഡിഫറൻസ് നോക്ക്. സ്റ്റീൽ പൈപ്സിന് മാത്രമല്ല, ഇത് പ്ലാസ്റ്റിക് പൈപ്സിനായാലും കുഴപ്പമില്ല. ഇതിനെ ഇനി സിങ്കിന്റെ താഴെയുള്ള ഹോൾസ്, വാഷ് ഏരിയ ആൻഡ് മുടി കാരണം ബ്ലോക്ക് ആയ വാഷ്റൂമിലും യൂസ് ചെയ്യാം. ഇത് ഡയറക്റ്റ് ആയിട്ട് കൈയും കൊണ്ട് യൂസ് ചെയ്യരുത്. ഞാൻ യൂസ് ചെയ്തപ്പോ എന്റെ കൈ പൊള്ളുവായിരുന്നു. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഗ്ലൗസ് യൂസ് ചെയ്യണം. ആൻഡ് ഇതിനെ പിള്ളേർക്ക് എത്താത്തടുത്ത് വെക്കണം. ഈ എക്സ്റ്റേണൽ സ്ട്രെയിനർ പുറത്തുള്ള വേസ്റ്റിനെ കളക്ട് ചെയ്യും. പക്ഷെ പൈപ്പിനെ ഇന്റേണലി ക്ലീൻ ചെയ്യാൻ വേണ്ടി മന്ത്ലി വൺസ് ഓർ 2 monthsന് ഒരു പ്രാവശ്യം നൈറ്റ് ഈ പൗഡർ ഇട്ടാ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെ മൊത്തം ക്ലീൻ ആവും. ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.